അധ്യായം 21. ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ ക്ഷാമമുണ്ടായി. ദാവീദ് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചപ്പോൾ ശൌൽ ഗിബിയോന്യരെ കൊല്ലുകൊണ്ട് അത് അവൻ നിമിത്തവും രക്തപാതവുമുള്ളവന്റെ ഗ്രഹനിമിത്തവും എന്ന് യഹോവ അരുളി ചെയ്തു. രാജാവ് ഗിബിയോന്യരെ വിളിച്ച് അവനോട് പറഞ്ഞു, ഗിബിയോന്യർ ഇസ്രയേലിയരല്ല, അമോര്യരിൽ ശേഷിച്ചവരത്രേ. അവരോട് ഇസ്രയേൽ മക്കൾ സത്യം ചെയ്തിരുന്നു. എങ്കിലും ശൌൽ ഇസ്രയേലിയർക്കും യഹൂദിയർക്കും വേണ്ടി തനിക്കുണ്ടായിരുന്ന എരിവിൽ അവരെ സംഹരിച്ചു കളവാൻ ശ്രമിച്ചു. ദാവീദ് ഗിബിയോന്യരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? നിങ്ങൾ യഹോവയുടെ അവകാശത്തെ അനുഗ്രഹിക്കേണ്ടതിന് ഞാൻ എന്ത് പ്രതിശാന്തി ചെയ്യണമെന്ന് ചോദിച്ചു. ഗിബിയോന്യർ അവനോട്, ശൌലിനോടും അവന്റെ ഗൃഹത്തോടും ഞങ്ങൾക്കുള്ള കാര്യം പൊന്നും വെള്ളിയും കൊണ്ട് തീരുന്നതല്ല, ഇസ്രയേലിൽ ഒരുത്തിനെ കൊല്ലുന്നതും ഞങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്തു തരാമെന്ന് അവൻ പറഞ്ഞു. അവർ രാജാവിനോട്, ഞങ്ങളെ നശിപ്പിക്കുകയും ഇസ്രായേൽ ദേശത്തെങ്ങും ഞങ്ങൾ ശേഷിക്കാതെ മുടിഞ്ഞു പോകത്തക്കവണ്ണം ഉപായം ചിന്തിക്കുകയും ചെയ്തവന്റെ മക്കളിൽ 7 പേരെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരണം. ഞങ്ങൾ അവരെ യഹോവയുടെ വൃതനായ ശൌലിന്റെ ഗിബയിൽ യഹോവയ്ക്ക് തൂക്കിക്കളയുമെന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ അവരെ തരാമെന്ന് രാജാവ് പറഞ്ഞു. എന്നാൽ ദാവീദും ശൌലിന്റെ മകനായ യോനാഥാനും തമ്മിൽ യഹോവയുടെ നാമത്തിൽ ചെയ്ത സത്യനിമിത്തം രാജാവ് ശൌലിന്റെ മകനായ യോനാഥാന്റെ മകൻ മെഫീബോശത്തിനെ ഒഴിച്ചു. അയ്യാവിന്റെ മകൻ റിസ്പ ശൌലിന് പ്രസവിച്ച 2 പുത്രന്മാരായ അർമോനിയെയും മെഫീബോശത്തിനെയും ശൌലിന്റെ മകളായ മേരബ് മെഹോലാത്യൻ ബ്രസില്ലായുടെ മകനായ അദ്രിയേലിന് പ്രസവിച്ച 5 പുത്രന്മാരെയും രാജാവ് പിടിച്ച് ഗിബിയോന്യരുടെ കയ്യിലേൽപ്പിച്ചു. അവർ അവരെ മലയിൽ യഹോവയുടെ മുൻപാകെ തൂക്കിക്കളഞ്ഞു. അങ്ങനെ അവർ 7 പേരും ഒരുമിച്ച് മരിച്ചു. കൊയ്ത്തുകാലത്തിന്റെ ആദ്യ ദിവസങ്ങളായ യവക്കൊയ്ത്തിന്റെ ആരംഭത്തിലായിരുന്നു അവരെ കൊന്നത്. അയ്യാവിന്റെ മകളായ റിസ്പ ചാക്കുശീലയെടുത്ത് പാറമേൽ വിരിച്ച് കൊയ്ത്തുകാലത്തിന്റെ ആരംഭം മുതൽ ആകാശത്തു നിന്ന് അവരുടെ മേൽ മഴ പെയ്തതുവരെ പകൽ ആകാശത്തിലെ പക്ഷികളോ രാത്രി കാട്ടുമൃഗങ്ങളോ അവരെ തൊടുവാൻ സമ്മതിക്കാതിരുന്നു. ശൌലിന്റെ വെപ്പാട്ടിയായ അയ്യാവിന്റെ മകളായ റിസ്പ ചെയ്തത് ദാവീദ് കേട്ടു. ദാവീദ് എന്ന ഫെലിസ്ത്യർ ഗിൽബോവയിൽ വെച്ച് ശൌലിനെ കൊന്ന നാളിൽ ബേത്ത്ശാൻ നഗരവീതിയിൽ ഫെലിസ്ത്യർ തൂക്കിക്കളയുകയും ഗിലെയാദിലെ യാബേശ് പൗരന്മാർ അവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവരികയും ചെയ്തിരുന്ന ശൌലിന്റെയും അവന്റെ മകൻ യോനാഥാന്റെയും അസ്ഥികളെ അവരുടെ അടുക്കൽ നിന്നെടുത്തു. അങ്ങനെ അവർ ശൌലിന്റെയും അവന്റെ മകൻ യോനാഥാന്റെയും അസ്ഥികളെ അവിടെ നിന്ന് വരുത്തി. തൂക്കിക്കൊന്നവരുടെ അസ്ഥികളെയും അവർ പെറുക്കിയെടുത്തു. ശൌലിന്റെയും അവന്റെ മകൻ യോനാഥാന്റെയും അസ്ഥികളെ അവർ ബെന്യാമീൻ ദേശത്ത് സേലയിൽ അവന്റെ അപ്പനായ കീശിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. രാജാവ് കൽപ്പിച്ചതൊക്കെയും അവർ ചെയ്തു. അതിന്റെ ശേഷം ദൈവം ദേശത്തിന്റെ പ്രാർത്ഥന കേട്ട് ഉത്തരമരുളി. ഫെലിസ്ത്യർക്ക് ഇസ്രയേലിനോട് വീണ്ടും യുദ്ധമുണ്ടായി. ദാവീദ് തന്റെ ഭൃത്യന്മാരുമായി ചെന്ന് ഫെലിസ്ത്യരോട് പടയേറ്റു. ദാവീദ് തളർന്നുപോയി. അപ്പോൾ 300 ശേക്കൽ തൂക്കമുള്ള താമ്രശൂലം ധരിച്ചവനും പുതിയ വാൾ അരക്കി കെട്ടിയവനുമായി രാഫാ മക്കളിൽ ഇസ്ബിബെനോബ് എന്നൊരുവൻ ദാവീദിനെ കൊല്ലുവാൻ ഭാവിച്ചു. എന്നാൽ സെരൂയിയുടെ മകനായ അബീശായി അവന് തുണയായി വന്നു, ഫെലിസ്ത്യനെ വെട്ടിക്കൊന്നു. അപ്പോൾ ദാവീദിന്റെ ഭൃത്യന്മാർ അവനോട്, നീ ഇസ്രയേലിന്റെ ദീപം കെടുക്കാതിരിക്കേണ്ടതിന് മേലാൽ ഞങ്ങളോടുകൂടെ യുദ്ധത്തിന് പുറപ്പെടരുതെന്ന് സത്യം ചെയ്തു പറഞ്ഞു. അതിന്റെ ശേഷം ഗോബിൽ വെച്ച് വീണ്ടും ഫെലിസ്ത്യരോട് യുദ്ധമുണ്ടായി. അപ്പോൾ ഹൂശാത്യനായ സിബെക്കായി മല്ലന്മാരുടെ മക്കളിൽ ഒരുത്തനായ സഫിനെ വെട്ടിക്കൊന്നു. ഗോബിൽ വെച്ച് പിന്നെയും ഫെലിസ്ത്യരോട് യുദ്ധമുണ്ടായി. അവിടെ വെച്ച് ബേത്ലഹേമിനായ യാരെ ഒരേഗീമിന്റെ മകൻ എൽഹാനാൻ ഗിത്തിനായ ഗോലിയാത്തിന്റെ സഹോദരനെ വെട്ടിക്കൊന്നു. അവന്റെ കുന്തത്തണ്ട് നെയ്ത്തുകാരുടെ പടപ്പുതടി പോലെ ആയിരുന്നു. പിന്നെയും ഗത്തിൽ വെച്ച് യുദ്ധമുണ്ടായി. അവിടെ ഒരു ദീർഘകായനുണ്ടായിരുന്നു. അവന്റെ ഓരോ കൈക്ക് 6 വിരലും ഓരോ കാലിന് 6 വിരലും, ആകെ 24 വിരൽ ഉണ്ടായിരുന്നു. ഇവനും രാഫയ്ക്ക് ജനിച്ചവനായിരുന്നു. അവൻ ഇസ്രയേലിനെ ധിക്കരിച്ചപ്പോൾ ദാവീദിന്റെ സഹോദരനായ ശിമിയുടെ മകൻ യോനാഥാൻ അവനെ കൊന്നുകളഞ്ഞു. ഈ 4 പേരും ഗത്തിൽ രാഫയ്ക്ക് ജനിച്ചവരായിരുന്നു. അവർ ദാവീദിന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും കയ്യാൽ പട്ടുപോയി.